ഒരു പ്ലെയിൻ തുണിയെടുത്ത് ഇതിനകത്ത് ഒരു വെട്ട് പീസ് വയ്ക്കുന്ന ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്ലെയിൻ തുണിയെടുത്ത് നമ്മളിപ്പോൾ ടോപ്പിന് വേണ്ടി കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഈ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെ ചെയ്യാമെന്നാണ് അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പാണ്. ഈ ടോപ്പിന് വെട്ടിയിട്ടിരിക്കുകയാണ് തുണി. അളവെല്ലാം എടുത്ത് വെട്ടിയിട്ടു. ഇനി ഇതിലോട്ട് ഒരു പീസ് വച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇന്ന്. അത് വന്നിട്ട് പ്രത്യേകിച്ച് വാങ്ങിയതൊന്നുമല്ല, ഒരു ബ്ലൗസ് തയ്ച്ചിട്ട് ബാക്കി വന്ന തുണിയാണ്. ഇതാണ് ആ തുണി. ബ്ലൗസ് തയ്ച്ച് ബാക്കി കിട്ടിയ തുണിയാണ്. അത് വെച്ച് ഈ ടോപ്പ് പ്ലെയിൻ തുണിയാണ് ഈ ടോപ്പിനിപ്പോൾ എടുത്തത്. അതിന് ഈ ടോപ്പിന് എന്താ പറയുക വച്ച് ഇത് മോഡലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് കഷ്ണങ്ങളാണ്, വെട്ടിയ പീസാണ്. അപ്പോൾ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ആ ബ്ലൗസ് നിങ്ങൾക്ക് ഇതിനു മുമ്പേ ഞാനൊരു ഇതിട്ടിട്ടുണ്ട്, ബ്ലൗസ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന്. പട്ടയോ ഒന്നുമില്ലാതെ, പട്ടയൊന്നും പ്രത്യേകം കട്ട് ചെയ്യാതെ എങ്ങനെ തയ്ക്കാമെന്നുള്ളത്. അതാണ് ഈ ബ്ലൗസ്. ഇതിലിപ്പോൾ പട്ടയൊന്നും വെട്ടിയിട്ടില്ല ഞാൻ സെപ്പറേറ്റ്. ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. ബാക്ക് ഓപ്പണാണ് ബ്ലൗസ്. പിന്നെ കഴുത്ത് ട്രാൻസ്പാരൻ്റ് കൊടുത്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ്. ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ഇതാണ്. നമ്മൾ പട്ടയൊന്നും സെപ്പറേറ്റ് വെട്ടിയിട്ടില്ല. ഇത് അകവും കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ഒരു കൈ കൊണ്ട് കാണിക്കുന്നത് കൊണ്ടാണ്, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്ന, ഒരു കൈ കൊണ്ട് ഇത് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ്. അത് നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ലേ. ഇത് കൈ. ഇതിപ്പോൾ ഇതാണ് കപ്പ്. ഈ ബ്ലൗസ് നിങ്ങൾക്ക് അന്ന് ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്ത്. ഇതിൽ സെപ്പറേറ്റ് പട്ടയൊന്നും വച്ചിട്ടില്ല. ആകെ വച്ചിട്ടുണ്ടെങ്കിൽ ആ താഴത്തെ 1.5 ഇഞ്ചിൻ്റെ പട്ട. ഇത് അകം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. കണ്ടോ, പട്ടയൊന്നും സെപ്പറേറ്റ്. ഇത് നല്ല അന്ന് പിന്നെ സൗണ്ട് ഇല്ലായിരുന്നു, സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത് കണ്ടോ, ഈ ലൈനിങ് തുണി ഞാൻ കോട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അത് മറ്റേത് ചൂടായത് കൊണ്ടാണ് ഇത് കൊടുത്തത്, ലൈനിങ് തുണി. അപ്പോൾ കഴുത്ത് ഇങ്ങനെയാണ് ചെയ്തത്. എല്ലാം നെറ്റാണ്. ഇതൊരു പ്ലെയിൻ സാരിക്ക് വേണ്ടി ചെയ്തതാണ്. സിമ്പിളായിട്ട് പ്ലെയിൻ സാരിയും ബ്ലൗസ് നെറ്റിൻ്റെയും. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പട്ട ഒന്നും വെട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ കപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ മുമ്പിട്ട ബ്ലൗസ് തയ്ക്കുന്ന ഞോട്ടെന്ന് ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബ്ലൗസ് പട്ടയൊന്നും ഇല്ലാതെ കട്ട് ചെയ്യുന്ന ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഈ രീതിയിലാണ് ചെയ്തത്. നല്ല കണക്കാണ്, ലൂസൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാമെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ആർക്കും തയ്ക്കാൻ പറ്റും, ഒരു പാടുമില്ല. പട്ടയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കറക്റ്റ് കപ്പൊക്കെ കിട്ടും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാമെന്നേ ഉള്ളൂ. എളുപ്പമാണ്. താഴെ മാത്രം നമ്മൾ ഈ താഴെ നമുക്ക് ഇടുപ്പിൻ്റെ അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇത്തിരി കട്ടിയായിട്ട് പട്ട കൊടുക്കണമെന്നേ ഉള്ളൂ. പട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 ഇഞ്ച് പട്ട നമ്മൾ ലാസ്റ്റ് ഫൈനലി ഒന്ന് അടിച്ച് വയ്ക്കുന്ന ആ ഒരു ഇതാണ്. അതല്ലാതെ വേറെ പട്ട കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വയ്ക്കേണ്ട ഒരു ഇതേ ഇല്ല. ഇങ്ങനത്തെ ഒരു ബ്ലൗസാണ്. ഇത് ഞാൻ നേരെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയത്തില്ല. ആവശ്യത്തിന് നമുക്ക് കപ്പ്, നമ്മൾ നോർമലി കപ്പ് ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കപ്പ്
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതായത് സൈഡൊന്നും ലൂസ് കിട്ടത്തില്ല. നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് തച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ അളവിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് ഈ ബ്ലൗസ് തയ്ച്ചതെന്ന്. എളുപ്പമാണ്, പാടൊന്നുമില്ല, വേറെ കട്ടിങ്ങോ ഒന്നുമില്ല. നമ്മൾ ബോഡി കട്ട് ചെയ്ത് ഇവിടെ കപ്പിനുള്ള ഇതടിച്ചു, ഇത്രേ തന്നെ. അപ്പോൾ ആ ബ്ലൗസ് തയ്ച്ചതിൻ്റെ ബാക്കി തുണിയാണിത്. അപ്പോൾ ഈ തുണി വെച്ചിട്ടാണ് ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നും മനസ്സിലാവും. ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിലും കയ്യിലുമാണ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഞാൻ കൈയിൻ്റെ അളവെടുത്ത് കൈക്ക് മുറിച്ച് മാറ്റുന്നു. കൈക്ക് മുറിച്ച് മാറ്റിയതിന് ശേഷം ബോഡിക്ക് എടുക്കാമെന്ന് കരുതി ഉള്ള തുണിയിൽ ആദ്യം കൈ എടുത്തു വച്ച് കൈ അളവൊക്കെ നീളമെടുത്ത് കൈക്കുഴിയൊക്കെ വരച്ചിട്ടു. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കൈ മാറ്റി വെച്ചിട്ട് ബാക്കി പീസിൽ നമുക്ക് ബോഡിക്ക് എടുക്കാം. ഞാനിത് എടുത്തിട്ടിരിക്കുന്ന ബാക്കി തുണി ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഈ തുണിയുടെ ഇതിപ്പോൾ ഞാൻ എടുത്ത് രണ്ടായിട്ടാണ് ഈ തുണി നെറ്റ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നീളം ആവശ്യത്തിന് കിട്ടും, പക്ഷെ വീതി കുറവാണ്. അവിടെ കട്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീതി കിട്ടുന്ന വശം വെച്ചിട്ട് നമ്മളിതിൽ എടുക്കണം. ഇതിലാണെങ്കിൽ നീളം നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നത് കൊണ്ട് ഇതൊക്കെ കേട്ടോ, നമ്മൾ വെട്ട് പീസായതുകൊണ്ട് അധികം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നീളം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വീതി കിട്ടുന്ന വശം വെച്ചിട്ട് നമ്മൾ എടുക്കാം. അതിനനുസരിച്ച് നമുക്ക് നീളം കുറയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. പീസ് ജോയിൻ ചെയ്ത് പിടിപ്പിക്കണം. നമുക്ക് നല്ല നീളവും വീതിയും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പീസായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് പീസ് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ നീളത്തിനും വീതിക്കും നമുക്കിപ്പോൾ നീളത്തിന് തുണി ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നീളം കൂട്ടിയെടുത്ത് നമുക്ക് വീതിക്ക് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഈ ബോഡിയുടെ മുകൾ ഭാഗം മാത്രമാണ് ഞാനിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. താഴോട്ട് വേണ്ടാന്ന് കരുതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് ചിലപ്പോൾ പീസ് ജോയിൻ ചെയ്യേണ്ടി വരും. ഈ ഒരു പീസ് കിടക്കുന്നുണ്ടോ, ഇതിൻ്റെ അടിയിലത്തെ പീസ് കണ്ടോ നീളം കുറവാണ്. അപ്പോഴേ നമുക്ക് ഇവിടുത്തെ ഇത് വന്നിട്ട് നമ്മൾ ഇത് ഒരു പീസ് ചെറിയ കുഞ്ഞു പീസ് ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ കാര്യം ഇത് നമ്മുടെ ഷോൾഡറാണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു പീസ് ജോയിൻ ചെയ്ത് വച്ചാൽ ഈ ഒരു ഇത് ഓക്കെ ആകും. അതുപോലെ നമുക്കിപ്പോൾ നീളം അതിനനുസരിച്ച് കട്ട് ചെയ്ത് നമ്മുടെ വണ്ണത്തിന് നമുക്കെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഫുള്ള് ഉണ്ടെന്ന് കരുതി എടുക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ മുകളിലിട്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ തുണിയെ നമ്മൾ അടിഭാഗത്തോട്ട് ഇട്ടിട്ട് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മൾ ഈ ലൈനും തുണിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇടത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ആ തുണിയെ ഇപ്പോൾ അടിയിലിട്ടിരിക്കുന്നത്. അതിട്ടിട്ട് കഴുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുത്ത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിപ്പോൾ കറക്റ്റ് തുണിയുണ്ടെങ്കിൽ ഷോൾഡർ കൈക്കുഴിയും കട്ട് ചെയ്ത് എടുക്കാം. എടുത്ത് വണ്ണവും കറക്റ്റ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ലെന്ത് നമുക്കെടുക്കാം. എവിടം വരെയാണ് ലെന്ത് വേണ്ടത് എന്ന് വെച്ച് ഓവറായിട്ട് ലെന്ത് ഇട്ടാൽ അതിനൊരു ഭംഗി കാണത്തില്ല. ഒരു മീഡിയം ഒരു അര വരെ വേണമെങ്കിൽ ഇടാം. അതല്ല ഈ കഴുത്തിൽ നിന്നും കുറച്ച് ഇറക്കം മതി എന്നുള്ള ഇതിൽ അങ്ങനെ ഇടാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം. പിന്നെ തുണി ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ടാൽ മതി. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ തുണി ലെവലല്ലല്ലോ,
അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ വന്നിട്ട് ഈ തുണി രണ്ടും വരുന്നത് ഒരുമിച്ച് വരുന്നത് ഇവിടെയാണ്. അപ്പം നമുക്ക് അവിടം വെച്ച് വേണമെങ്കിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് ഷോൾഡറിനും കണക്കാക്കി ഓരോ പീസ് പിടിപ്പിക്കാമെന്നാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് കണക്ക് ഈ കൈക്കുഴി കട്ട് ചെയ്തെടുത്ത് നമ്മൾ മറ്റത് ഷോൾഡറിൻ്റെ ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ വരച്ച് കാണിച്ചു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള തുണിയുടെ അടിയിലത്തെ തുണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അത് ഒരു ലെവൽ ഷോൾഡറിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇതിത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കൈക്കുഴി ബാക്കി വരുന്ന ഈ കൈക്കുഴി വരച്ചിട്ട് വണ്ണവും കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പീസ് നമ്മളിവിടെ ഈ ഒരു ലെന്തിന് ഇപ്പോൾ ഈ അളവിനാണ് നമ്മൾ താഴോട്ട് എടുത്തതെങ്കിൽ ആ ഒരു അളവിന് നമ്മളൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് ഷോൾഡർ. അത് ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. തയ്ക്കുമ്പോഴേക്കും കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ ഇത്രയും ലെന്തിൽ ഇടാൻ പറ്റില്ലല്ലോ. ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഒരു ലെവലായിട്ട് കിട്ടിയ പീസ് അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഈ പീസ് ഇത് ഇനി നമ്മൾ ഒരു പീസ് നമുക്കിപ്പോൾ കട്ട് ചെയ്തതിൽ ബാലൻസ് പീസ് ഇതുണ്ട്. ഇത് ഒരു പീസ് നമുക്ക് ഇതിൻ്റെ നീളത്തിനനുസരിച്ച് എടുത്ത് ഒരു പീസ് കട്ട് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഈ നീളവും വീതിയും അനുസരിച്ച്, അതായത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഷോൾഡറും ഇതും വെച്ചിട്ട് ഇപ്പോൾ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു പീസില്ലേ, ഈ ഒരു പീസിൻ്റെ വീതിക്കനുസരിച്ച് ഒരു പീസ് ഈ ലെന്തും നോക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടങ്ങ് ജോയിൻ ചെയ്തിട്ട് തച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്താൽ, ഇപ്പോൾ കൈക്കുഴി കട്ട് ചെയ്യാൻ ശരിയാവില്ല എന്നുള്ളവരാണെങ്കിൽ ആ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൽ വെച്ച് അടിച്ചതിന് ശേഷം ഇതിൽ വെച്ച് തച്ചതിന് ശേഷം നമുക്ക് ഈ കഴുത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൈക്കുഴിയും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഞാനിനി തയ്ക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഇടാം.